ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ല്ലേ. എന്റെ പേര് അനഘ. എനിക്ക് 32 വയസ്സാണ് പ്രായം. എന്റെ ചേച്ചിയുടെ പേര് അമൃത. ചേച്ചിക്ക് 36 വയസ്സുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറച്ചേറെയായി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം ആദ്യമേ പറയാം. അച്ഛനും അമ്മയും 2 പെൺമക്കളും അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കൊച്ചുകുടുംബം. അച്ഛൻ ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലം ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അച്ഛന്റെ വേർപാടിനു ശേഷം ആ ജോലി ആശ്രിത നിയമനം വഴി എന്റെ അമ്മയായ ഭവാനിക്ക് ലഭിച്ചു. ഞാനും ചേച്ചിയും വിവാഹം കഴിഞ്ഞ് വേറെ വേറെ വീടുകളിലേക്ക് മാറിയതുകൊണ്ട് അമ്മ വീട്ടിൽ തനിച്ചായി. എന്റെ ഭർത്താവിന്റെ പേര് അരുൺ. ഞങ്ങളുടെ വീട് അമ്മയുടെ വീട്ടിൽ നിന്നും ഒരു 8 കിലോമീറ്റർ മാത്രം അകലെ മലബാർ മേഖലയിലെ പൊന്നാനി എന്ന ചെറിയ ഗ്രാമപ്രദേശത്താണ്. അതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടിനായി ഞാൻ ഇടയ്ക്കിടെ അവിടെ പോകുമായിരുന്നു. ചില ദിവസങ്ങളിൽ അരുണും എന്റെ കൂടെ വന്നു നിൽക്കാറുണ്ട്. ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് സൂരജ്. ചേച്ചിയുടെ വീട് ഞങ്ങളിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ്. സൂരജേട്ടന് സ്വന്തമായി വലിയൊരു വ്യവസായം ഉള്ളതുകൊണ്ട് ഒഴിവുസമയങ്ങൾ വളരെ കുറവായിരുന്നു. ചേച്ചിക്ക് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വർഷം തന്നെ ഒരു ആൺകുട്ടി ജനിച്ചു. എനിക്കും കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു മകൻ ജനിച്ചു. ചേച്ചിയുടെ ആദ്യത്തെ പ്രസവം വളരെ സങ്കീർണമായിരുന്നു. അന്നനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം രണ്ടാമതൊരു കുട്ടി ഇനി തൽക്കാലം വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ചേച്ചിയും സൂരജേട്ടനും. എനിക്ക് ആദ്യത്തെ പ്രസവത്തിൽ ചെറിയ സങ്കീർണതകളുണ്ടായെങ്കിലും ഞാനതിനെ അതിജീവിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ തമ്മിൽ സ്വഭാവത്തിലും രൂപത്തിലും യാതൊരു സാമ്യവുമുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ ഭർത്താവ് സൂരജേട്ടൻ വളരെ സ്മാർട്ടും ആകർഷകമായ ശരീരസൗന്ദര്യവുമുള്ള ആളാണ്. ദിവസവും ജിമ്മിൽ പോവുകയും വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്ന ആൺരൂപം. എന്റെ ഭർത്താവ് അരുണാകട്ടെ വിവാഹസമയത്ത് അത്യാവശ്യം കാണാൻ ആദ്യത്തെ 3-4 മാസം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ തുറന്നു ചോദിച്ചു, നിങ്ങൾക്കെന്താണ് പ്രശ്നം? കല്യാണത്തിന് മുൻപ് കണ്ട ആ ഊർജ്ജമൊക്കെ എവിടെ പോയി? ഇപ്പോൾ മാസത്തിലൊരിക്കൽ മാത്രം എന്തെങ്കിലും ഒരു കടമ പോലെ വരുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ജോലിത്തിരക്കാണെന്നും ക്ഷീണമാണെന്നുമൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിയാൻ നോക്കിയെങ്കിലും ഞാൻ ശക്തിയായി തന്നെ സംസാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി കുറച്ചെങ്കിലും വഴങ്ങിയത്. എന്റെ നിരന്തരമായ നിർബന്ധവും ആവശ്യപ്പെടലും കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ദാമ്പത്യം മുന്നോട്ടു പോയതും അങ്ങനെ എനിക്ക് വിശേഷമുണ്ടായതും. പ്രസവത്തിനായി ഞാൻ കുടുംബവീട്ടിലേക്ക് മാറി. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് 90 ദിവസം പ്രായമായപ്പോൾ ഞാൻ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. എത്രയോ മാസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ആവേശവും പ്രണയവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തിരിച്ചെത്തിയ എന്റെ മുന്നിൽ അരുണിന് യാതൊരു അനക്കവുമില്ലായിരുന്നു. പഴയതിലും വലിയ മടിയും നിസ്സംഗതയും. ഇത്രയും നാളത്തെ ഇടവേളയുണ്ടായിട്ടും നിങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ലേ എന്ന് ഞാൻ വിഷമത്തോടെ ചോദിച്ചപ്പോൾ, അതൊക്കെ ഒത്തിരി ഗ്യാപ്പായില്ലേ, ഇപ്പോൾ എനിക്കൊരു മൂഡും ഉത്സാഹവുമില്ല എന്നായിരുന്നു നിഷ്പ്രയാസം വന്ന മറുപടി. എനിക്കത് കേട്ട് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്നെ മടുത്തോ എന്ന് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പ്രസവം കഴിഞ്ഞപ്പോൾ നീ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. നിന്റെ ആ രൂപമാറ്റം കണ്ടപ്പോൾ എനിക്കെന്തോ പോലെ തോന്നുന്നു. നീ പഴയതുപോലെ ആകണം. ഭർത്താവിന്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി ഞാൻ കടുത്ത ഭക്ഷണ നിയന്ത്രണങ്ങളും വ്യായാമങ്ങളും തുടങ്ങി. ഇതിനിടയിൽ ഒരു ദിവസം വീട്ടിൽ വന്ന ചേച്ചി അമൃത എന്റെ ക്രമരഹിതമായ ഭക്ഷണം കണ്ട് വഴക്കു പറഞ്ഞു. ഏട്ടി, കുഞ്ഞുള്ള സമയത്ത് നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് വണ്ണം കൂടിയത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. ചേച്ചി എന്നെ ഉപദേശിച്ചു, അതൊക്കെ പ്രസവം കഴിഞ്ഞ് പതിയെ കുറഞ്ഞോളും, അതിന് പട്ടിണി കിടക്കേണ്ടതില്ല. ശേഷം എന്റെ മുഖത്തെ വിഷാദം കണ്ട് ചേച്ചി സ്വകാര്യമായി ചോദിച്ചു, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോടി? ഞാൻ മറ്റൊന്നും ഒളിക്കാതെ അരുണിന്റെ കടുത്ത മടിയെക്കുറിച്ചും ദാമ്പത്യത്തിലെ തണുപ്പൻ മനോഭാവത്തെക്കുറിച്ചും ചേച്ചിയോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് ചേച്ചി അത്ഭുതപ്പെട്ടു. അവൻ മെലിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഊർജ്ജമുള്ള ആളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഏട്ടി, നീ ഒന്ന് ശ്രദ്ധിച്ചോ, നിന്റെ വണ്ണം മാത്രമല്ല കൂടിയത്, അവന്റെ വണ്ണവും ഇപ്പോൾ നന്നായി കൂടിയിട്ടുണ്ട്. ഒന്നാമതേ മടിയനാണ്, ഇനി വണ്ണവും കൂടിക്കഴിഞ്ഞാൽ പറയുകയും വേണ്ട. അവനോട് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ. ചേച്ചിയുടെ വാക്കുകേട്ട് ഞാൻ അരുണിനോട് ശരീരഭാരം കുറയ്ക്കാനും വ്യായാമം ചെയ്യാനും ആവശ്യപ്പെട്ടു. പക്ഷെ മാറ്റമൊന്നുമുണ്ടായില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കും, പുറത്തു പോകുമ്പോൾ മറ്റു പല പുരുഷന്മാരും എന്നെ ആകർഷകത്വത്തോടെ നോക്കാറുണ്ട്. എനിക്കും അത്യാവശ്യം സൗന്ദര്യവും ആകർഷകമായ ശാരീരിക രൂപവുമൊക്കെയുണ്ട്. എന്നിട്ടും സ്വന്തം ഭർത്താവിന് മാത്രം എന്നോട് യാതൊരു താൽപ്പര്യവുമില്ലാത്തത് എന്റെ വിധി തന്നെയാണെന്ന് കരുതി ഞാൻ സങ്കടപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് അമ്മ ഭവാനിക്ക് ചെറിയൊരു അപകടം സംഭവിക്കുന്നതും കാലിന് പൊട്ടലേറ്റ് 3 മാസത്തെ വിശ്രമം ഡോക്ടർ നിർദ്ദേശിക്കുന്നതും.
അമ്മയെ പരിചരിക്കാനായി ഞാൻ കുഞ്ഞിനെയും കൂട്ടി അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. അരുൺ ചില ദിവസങ്ങളിൽ രാത്രി അവിടെ വന്നു നിൽക്കും. ഒരു ദിവസം പല ദിവസങ്ങളായി ഒരു സ്പർശനം പോലുമില്ലാതെ മടിച്ചു നിൽക്കുന്ന അരുണിനോട് ഞാൻ വീണ്ടും ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് എന്ന എന്റെ ചോദ്യം കേട്ട് പുള്ളിയും തിരിച്ചൊച്ചവെച്ചു. അടുത്ത മുറിയിലുണ്ടായിരുന്ന അമ്മ ഞങ്ങളുടെ വഴക്ക് വ്യക്തമായി കേട്ടു. പിറ്റേന്ന് രാവിലെ അമ്മ എന്നെ വിളിച്ചുവരുത്തി ചോദിച്ചു, എന്താണ് നിങ്ങൾ തമ്മിൽ രാത്രിയിൽ ഇത്ര വലിയ വഴക്ക്? ഞാൻ ആദ്യം ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞു. അത് കേട്ട് അമ്മ ആശ്ചര്യപ്പെട്ടു. ഏട്ടി, നിനക്കിത് നേരത്തെ എന്നോട് പറയാൻ വയ്യായിരുന്നോ? അമ്മയോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാ അമ്മേ, ഇത് ഞാനും അവനും തമ്മിൽ തീർക്കേണ്ടതല്ലേ? ഞാൻ ചോദിച്ചു. നിന്റെ ചേച്ചിയായിരുന്നെങ്കിൽ എന്നോട് എന്നെയെല്ലാം തുറന്നു പറഞ്ഞേനെ, അമ്മ പറഞ്ഞു. ചേച്ചിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അമ്മേ. സൂരജേട്ടൻ നല്ല ഫിറ്റാണ്, സുന്ദരനാണ്, ചേച്ചിയെ ജീവനാണ്. അവരവിടെ സന്തോഷമായി കഴിയുന്നു, ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, നിന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് നീ വിചാരിക്കരുത്. നീ ഇപ്പോൾ എന്നോടെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നോടും ഒരു കാര്യം പറയാം. നിന്റെ ചേട്ടൻ സൂരജ് ജിമ്മിൽ പോകുന്നുണ്ട്, ഫിറ്റാണ്, കാണാൻ സുന്ദരനാണ്. പക്ഷേ അവന് 24 മണിക്കൂറും ഈയൊരൊറ്റ ചിന്ത മാത്രമേയുള്ളൂ. ജോലി കഴിഞ്ഞ് എത്ര വൈകി വന്നാലും അവൻ ഉറങ്ങില്ല, അവളെ ഒട്ടും വിശ്രമിക്കാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് ഓവർ ആക്റ്റീവാണ്, അവൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അതൊരു ഭാഗ്യമല്ലേ അമ്മേ? എന്ത് ഭാഗ്യം? അമ്മ പറഞ്ഞു, അധികമായാൽ അമൃതവും വിഷമാണ്. എല്ലാ കാര്യത്തിലും ഒരു മിതമായ താൽപ്പര്യമാണ് നല്ലത്. നിന്റെ ഭർത്താവിനെപ്പോലെ ഒട്ടുമില്ലാതിരിക്കുന്നതും സൂരജിനെപ്പോലെ അമിതമാകുന്നതും ഒരുപോലെ പ്രശ്നമാണ്. നിന്റെ ചേച്ചി കഴിഞ്ഞ ആഴ്ചയും വന്ന് എന്റെ മുന്നിലിരുന്ന് കരഞ്ഞതേയുള്ളൂ. ഒരു വശത്ത് ആവശ്യമുള്ളവൾക്ക് കിട്ടുന്നില്ല, മറുവശത്ത് ആവശ്യമില്ലാത്തവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിശബ്ദയായി. അപ്പോൾ അമ്മ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. എന്റെ 2 പെൺമക്കൾക്കും 2 വിപരീത പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ എന്റെ കയ്യിലൊരു പരിഹാരമരുന്നുണ്ട്. എന്തു മരുന്ന അമ്മേ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിചിത്രമായൊരു മരുന്നാണ്. ഇവിടെ പ്രശ്നമെന്താണ്? നിന്റെ ചേട്ടന് ഈ കാര്യത്തിൽ കടുത്ത ആഗ്രഹമുണ്ട്, എന്നാൽ നിന്റെ ചേച്ചിക്ക് താൽപ്പര്യമില്ല. നിന്റെ കാര്യത്തിൽ നിനക്ക് നല്ല ആഗ്രഹമുണ്ട്, എന്നാൽ നിന്റെ ഭർത്താവിന് ഒട്ടും താൽപ്പര്യമില്ല. അതായത് നിന്റെ ചിന്താഗതിക്ക് പറ്റിയയാൾ നിന്റെ ചേട്ടനാണ്, നിന്റെ ഭർത്താവിന്റെ തണുപ്പൻ. സ്വഭാവത്തിനു പറ്റിയവൾ നിന്റെ ചേച്ചിയുമാണ്. ചേരേണ്ടവരെ ചേരുമ്പടി ചേർത്താൽ പ്രശ്നം തീരില്ലേ? അമ്മയുടെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മേ, എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും, അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചാൽ നടക്കും. അവനും പുതിയൊരു അനുഭവം തേടുന്ന മനസ്സുള്ളയാളാണ്. ഞാൻ നിന്റെ ചേച്ചിയോട് സംസാരിക്കാം. അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. എങ്കിലും അടുത്ത ദിവസം ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു. ഏട്ടി, അമ്മ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. നിനക്കെന്നോട് നേരിട്ട് പറഞ്ഞൂടായിരുന്നോ? അമ്മ പറഞ്ഞ ഐഡിയ കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമാണ് തോന്നിയത്. എനിക്ക് ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ഉറങ്ങണം. ഇന്ന് വൈകുന്നേരം ഞാനും മോനും കൂടെ അങ്ങോട്ട് വരാം. സൂരജേട്ടനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. ആ സമയത്ത് നീ സൂരജേട്ടന്റെ കൂടെ പട്ടണത്തിലെ ഫ്ളാറ്റിലേക്ക് പൊയ്ക്കോ. കുറച്ചു സമയം കഴിഞ്ഞ് തിരികെ വന്നാൽ മതി. കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി, ചേട്ടൻ ഇതിന് സമ്മതിക്കുമോ? ഞാൻ സംശയത്തോടെ ചോദിച്ചു. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്റെ മോളെ, ഈ ഐഡിയ അമ്മ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി സമ്മതിച്ചു കഴിഞ്ഞു. പുള്ളിക്കിത്തരം പുതിയ അനുഭവങ്ങളോട് എപ്പോഴും താൽപ്പര്യമാണ്. നിന്റെ സങ്കടം കേട്ടപ്പോൾ നിനക്ക് സൂരജേട്ടനാണ് ആപ്റ്റ് എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് നീ ധൈര്യമായി പോയി വാ. സത്യത്തിൽ എന്റെ ഉള്ളിലും ചെറിയൊരു ആവേശം അലതല്ലാൻ തുടങ്ങിയിരുന്നു. എന്റെ സങ്കല്പത്തിലുള്ള എല്ലാ യോഗ്യതകളുമുള്ള ആളായിരുന്നു സൂരജേട്ടൻ. അന്ന് രാത്രി 10 മണിയോടെ ചേച്ചിയും സൂരജേട്ടനും മകനും വീട്ടിലെത്തി. സൂരജേട്ടൻ അന്ന് പ്രത്യേകമായി ഒരുങ്ങിയിരുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ അത്യാവശ്യം ഭംഗിയുള്ള വസ്ത്രങ്ങളണിഞ്ഞ് തയ്യാറായി നിൽക്കുകയായിരുന്നു. എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചേച്ചി കുട്ടികളെ ഉറക്കാൻ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. അമ്മ അടുക്കളയിലേക്ക് മാറി. സൂരജേട്ടൻ എന്നെ നോക്കി, എന്നാൽ നമുക്കിറങ്ങിയാലോ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. ഞങ്ങൾ 2 പേരും സൂരജേട്ടന്റെ കാറിൽ ഫ്ളാറ്റിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ സൂരജേട്ടൻ പറഞ്ഞു, നിന്റെ ചേച്ചിക്ക് യാതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുമില്ല. അവൾ എപ്പോഴും എന്നെ കുറ്റം പറയുകയാണ്. ഞാനും എന്റെ ഭർത്താവിനെ കുറ്റം പറയാറുണ്ട് ചേട്ടാ, ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ 2 പേരും 2 വിപരീത കാര്യങ്ങൾക്കാണ് വിഷമിച്ചിരുന്നത്. അതെ, ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ഒരേപോലെയാണെന്ന് സൂരജേട്ടൻ പറഞ്ഞു. ഫ്ളാറ്റിലെത്തിയതോടെ ഞങ്ങൾക്ക് പരസ്പരം കൂടുതൽ സംസാരിക്കേണ്ടി വന്നില്ല. 2 പേരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരേ തരംഗദൈർഘ്യത്തിലായിരുന്നു. യാതൊരു തടസ്സങ്ങളുമില്ലാതെ കടുത്ത പ്രണയത്തോടെയും ആവേശത്തോടെയും ഞങ്ങൾ പരസ്പരം ചേർന്നു. ഇത്രയും കാലം ഞാൻ കൊതിച്ച ആവേശവും പരിചരണവും സൂരജേട്ടനിൽ നിന്ന് എനിക്ക് ധാരാളമായി ലഭിച്ചു. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു.
ആ നിമിഷങ്ങളിൽ ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു. ഞങ്ങളായിരുന്നു ശരിക്കും ഒന്നിക്കേണ്ടിയിരുന്ന ജോഡികളെന്ന്. എല്ലാം കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ സൂരജേട്ടൻ പറഞ്ഞു, നമ്മുടെ ഈ ബന്ധം എല്ലാവരും അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി പേടിക്കേണ്ടതില്ല. അവൻ അരുൺ എവിടെയെങ്കിലും പോകട്ടെ, അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ കൂടെ എന്റെ ഫ്ളാറ്റിൽ വന്നു താമസിക്ക്. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ മുന്നോട്ടു കൊണ്ടുപോകാം. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ജീവിതത്തിൽ പുതിയൊരു ഉണർവ് ലഭിച്ചു. ആഴ്ചയിൽ 1-2 ദിവസം സൂരജേട്ടനുമൊത്ത് സമയം ചെലവഴിക്കാൻ അമ്മയും ചേച്ചിയും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം യാതൊരു മുൻകൂട്ടി അറിയിപ്പുമില്ലാതെ ഒരു ദിവസം എന്റെ ഭർത്താവ് അരുൺ അമ്മയുടെ വീട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഫ്ളാറ്റിലായിരുന്നു. അമ്മ പുള്ളിയോട് പറഞ്ഞു, അവൾ കൂട്ടുകാരിയുടെ കൂടെ ആശുപത്രിയിൽ പോയതാണ് എന്ന്. എന്നാൽ അരുണിന് അമ്മയുടെ മറുപടിയിൽ സംശയം തോന്നി. രാത്രി ഞാൻ തിരികെ എത്തിയപ്പോൾ അരുൺ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ എവിടെ പോയതാണ്? സത്യം പറ. സൂരജേട്ടൻ തന്ന ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ യാതൊരു ഒളിവുമറയുമില്ലാതെ അരുണിനോട് തുറന്നു പറഞ്ഞു. നിങ്ങൾക്കെന്നോട് യാതൊരു താൽപ്പര്യവുമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് അനുയോജ്യമായ വഴി കണ്ടെത്തി. നമുക്ക് വഴക്കിടാതെ പരസ്പരം ഒത്തുതീർപ്പിൽ വിവാഹമോചനം നേടാം. എന്റെ വാക്കുകൾ കേട്ട് അരുൺ ആദ്യം ഞെട്ടി. കുറച്ചു സമയം നിശബ്ദനായിരുന്ന ശേഷം പുള്ളി വിചിത്രമായൊരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെപ്പോലെ ഇത്രയും ആഗ്രഹങ്ങളുള്ളൊരു പെൺകുട്ടിയെയല്ല ആവശ്യമുള്ളത്. എനിക്ക് നിന്റെ ചേച്ചി അമൃതയാണ് ഒത്തിരി ഇഷ്ടം. അവളുടെ ശാന്തമായ സ്വഭാവവും മിതമായ ആഗ്രഹങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മളാണ് ശരിക്കും ചേരുന്ന പങ്കാളികളെന്ന്. പുള്ളിയുടെ മറുപടി കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ചേച്ചിയോട് താൽപ്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചു. അതെ, അരുൺ പറഞ്ഞു. വെറുതെ ഡൈവോഴ്സ് നേടി പ്രശ്നങ്ങളുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ 4 പേരും അമ്മയുടെ സമ്മതത്തോടെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതല്ലേ. ചേച്ചിക്കും എന്നെപ്പോലെ മിതമായ ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും ഇഷ്ടം. ഞാൻ ഉടൻ തന്നെ ഈ വിവരം അമ്മയോടും ചേച്ചിയോട് പറഞ്ഞു. അത് കേട്ട് അമ്മ തമാശയോടെ പറഞ്ഞു, ദൈവമേ, 2ാമത്തെ മരുന്ന് എവിടുന്ന് കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാര്യം എളുപ്പമായി. തുടർന്ന് ചേച്ചിയും അരുണും തനിയെയിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. രണ്ടുപേരുടെയും ശാന്തവും മന്ദഗതിയിലുള്ളതുമായ ജീവിതരീതികൾ പരസ്പരം കൃത്യമായി യോജിക്കുന്നുവെന്നവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വളരെ ലളിതമായി ആ പ്രശ്നത്തിനും പരിഹാരമായി. ചേച്ചിയും അരുണും അവരുടേതായ രീതിയിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഞാനും സൂരജേട്ടനും ഞങ്ങളുടെ ആവേശകരമായ ലോകത്തും മുന്നോട്ടുപോയി. വലിയ നിയമപോരാട്ടങ്ങളോ വഴക്കുകളോ ഇല്ലാതെ 4 പേരും പരസ്പര സമ്മതത്തോടെ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ വിചിത്രമായ കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. എന്റെ മറ്റൊരു സുഹൃത്ത് വിനീതിന്റെ കഥകൂടി കേട്ടാൽ കുടുംബബന്ധങ്ങളിലെ ഈ വൈവിധ്യം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന പ്രദേശത്താണ് വിനീത് താമസിക്കുന്നത്. വിനീതിന് 28 വയസ്സുള്ളപ്പോഴാണ് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ IT എഞ്ചിനീയറായി ജോലി ലഭിക്കുന്നത്. അവൻ നല്ല ശമ്പളവും സാമ്പത്തിക ഭദ്രതയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ അവന്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും പണ്ടുതൊട്ടേ സദാചാരബോധവും പരമ്പരാഗത മൂല്യങ്ങളും പഠിപ്പിച്ചു വളർത്തിയതുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. പക്ഷേ വിവാഹത്തിനു മുൻപ് ആരെയും പ്രേമിക്കാൻ അവന് തീരെ താൽപ്പര്യമില്ലായിരുന്നു. പ്രണയിക്കുന്നത് കുടുംബമൂല്യങ്ങൾക്കെതിരാകുമോ എന്ന് അവൻ ഭയന്നിരുന്നു. പക്ഷേ ജോലിയിൽ പ്രവേശിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ഓഫീസിലേക്ക് ഒരു പുതിയ പെൺകുട്ടി വന്നു. നയന എന്നായിരുന്നു അവളുടെ പേര്. നയനയെ കണ്ട നിമിഷത്തിൽ വിനീതിന്റെ മനസ്സ് പൂർണ്ണമായും അവളിൽ വീണു. അവൾ ഒരു അപൂർവ സൗന്ദര്യവതിയായിരുന്നു. എന്നാൽ വിനീത് അവളോട് സംസാരിക്കാനോ പ്രണയം വെളിപ്പെടുത്താനോ തുനിഞ്ഞില്ല. ഓഫീസിലെ മറ്റുള്ള ആൺകുട്ടികളെപ്പോലെ പുറകെ നടക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ വിനീത് കാര്യം വീട്ടിൽ പറഞ്ഞു. അച്ഛന്റെ ഒരു സുഹൃത്തുവഴി ആ വിവാഹാലോചന മുന്നോട്ടു കൊണ്ടുപോയി. വിനീതിന്റെ അച്ഛനും അമ്മയും നയനയുടെ വടക്കാഞ്ചേരിയിലുള്ള വലിയ ബംഗ്ലാവിലേക്ക് പെണ്ണ് കാണാനായി ചെന്നു. അവിടെ നയനയും അവളുടെ അമ്മ മാലിനിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. നയനയുടെ അച്ഛൻ മുൻപേ മരിച്ചുപോയിരുന്നു. ചേച്ചി വിദേശത്തായിരുന്നു. നയനയുടെ അമ്മ മാലിനിയെ കണ്ടപ്പോൾ വിനീതിന്റെ അമ്മയ്ക്ക് അത്ഭുതവും ചെറിയൊരു അസൂയയും തോന്നി. കാരണം മാലിനിയമ്മ ഒരു സിനിമ നടിയെപ്പോലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇത്രയും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നാട്ടിലെ ആചാരങ്ങൾക്ക് ചേർന്നതല്ലെന്ന് വിനീതിന്റെ അമ്മ അഭിപ്രായപ്പെട്ടെങ്കിലും പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് വിവാഹമുറപ്പിച്ചു. വിവാഹത്തിന് 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ മാലിനിയമ്മ വിനീതിനെ തനിയെ കാണാൻ ആഗ്രഹിച്ചു. വിനീത് ഓഫീസിൽ നിന്നും ലീവെടുത്ത് മാലിനിയമ്മയുടെ വീട്ടിലെത്തി. അവിടെ വെച്ച് മാലിനിയമ്മ വിനീതിനോട് വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ സംസാരിച്ചു. താൻ വിദേശരാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണെന്നും കടുത്ത മോഡേൺ കൾച്ചറാണ് തനിക്കിഷ്ടമെന്നും അവർ വ്യക്തമാക്കി. തുടർന്ന് വിനീതിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ശീലങ്ങളെക്കുറിച്ചും വളരെ തുറന്ന ചോദ്യങ്ങൾ ചോദിച്ചു.
ഒരു അമ്മായിയമ്മ ഭാവി മരുമകനോടൊട്ടും ചോദിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായിരുന്നവ. എന്റെ മകൾ നയന വളരെ പേടിയുള്ളവളാണ്. ലൈംഗിക കാര്യങ്ങളിലൊക്കെ അവൾക്ക് കടുത്ത ഭയമുണ്ട്, മാലിനിയമ്മ പറഞ്ഞു. അതുകൊണ്ട് ആദ്യത്തെ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ പാടില്ല. അത് ഈ കരാറിലെ പ്രധാന നിബന്ധനയാണ്. അതുപോലെ നിങ്ങളിവിടെ വന്നു നിൽക്കുമ്പോൾ കൈലിയോ കാവിമുണ്ടോ മാത്രമേ ഉടുക്കാവൂ. വേറെയൊന്നും ഇടാൻ പാടില്ല. ഞാൻ ഇമ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ള പ്രത്യേക ബ്രാൻഡ് അടിവസ്ത്രങ്ങൾ മാത്രമേ നീയും മകളും ഉപയോഗിക്കാവൂ. അതുപോലെ ഞാൻ തരുന്ന പ്രത്യേക ക്രീമുകൾ മാത്രമേ നിങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിൽ ഉപയോഗിക്കാവൂ. വിനീതിനെ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ട് മാലിനിയമ്മ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. നിന്റെ ശാരീരിക അളവുകൾ മനസ്സിലാക്കാൻ നിന്റെ ഒരു സ്വകാര്യ ചിത്രം എനിക്ക് ഫോണിൽ അയച്ചു തരണം. വിനീത് ആദ്യം മടിച്ചെങ്കിലും വിവാഹം മുടങ്ങുമെന്ന ഭയത്താൽ ആ ചിത്രം അയച്ചുകൊടുത്തു. ഒടുവിൽ വിനീതിന്റെയും നയനയുടെയും വിവാഹം നടന്നു. മാലിനിയമ്മ പറഞ്ഞതുപോലെ തന്നെ നയനയ്ക്ക് കടുത്ത OCD പ്രശ്നങ്ങളും ചില ഭയങ്ങളുമുണ്ടായിരുന്നു. അവൾ എന്തും അമ്മയോട് പോയി പറയുമായിരുന്നു. മാലിനിയമ്മ വിനീതിനെ വിളിച്ച് എല്ലാത്തിനും നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാലിനിയമ്മ വിനീതിനോട് പുതിയൊരു കാര്യം ആവശ്യപ്പെട്ടു. നയനയ്ക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നീ അവളിൽ നിന്നും അകന്നു നിൽക്കണം. ആ ദിവസങ്ങളിൽ നീ ഈ വീട്ടിലെ ഗസ്റ്റ് റൂമിൽ താമസിക്കണം. ഗസ്റ്റ് റൂമിൽ താമസിച്ച ആ ദിവസങ്ങളിൽ മാലിനിയമ്മ വിനീതിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പണ്ട് നീ അയച്ചുതന്ന ചിത്രം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. നീ വെറുതെ റൂമിലിരിക്കുന്നതിനു പകരം നമുക്ക് കുറച്ചു സമയം ഒന്നിച്ചിരിക്കാം എന്ന് അവർ പറഞ്ഞു. വിനീത് ഭയന്നപ്പോൾ നയനയ്ക്കിതിൽ യാതൊരു എതിർപ്പുമില്ലെന്നും അവൾ തന്നെയാണ് ഇത് നിർദ്ദേശിച്ചതെന്നും മാലിന്യമ്മ പറഞ്ഞു. വിനീത് നയനയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് എനിക്ക് സമ്മതമാണ്, എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്നായിരുന്നു നയനയുടെ മറുപടി. അങ്ങനെ നയനയുടെ പീരിയഡ്സ് ദിവസങ്ങളിൽ മാലിനിയമ്മ വിനീതിനൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. പൂന്തോട്ടത്തിലും ഗസ്റ്റ് റൂമിലുമായി അവർ വിനീതിനോടൊപ്പം രാത്രികൾ കഴിച്ചുകൂട്ടി. എന്നാൽ വിനീത് പെട്ടെന്ന് തന്നെ കടുത്ത ശാരീരിക ക്ഷീണത്തിലായി. ഒരു വശത്ത് ഭാര്യ നയന, മറുവശത്ത് അമ്മായിയമ്മ മാലിനി. മാസം 30 ദിവസവും ഒരു വിശ്രമവുമില്ലാതെ അധ്വാനിക്കേണ്ടിവരുന്ന ഒരവസ്ഥയിലായി വിനീത്. അവൻ തന്റെ ക്ഷീണത്തെക്കുറിച്ച് മാലിനിയമ്മയോട് പറഞ്ഞപ്പോൾ ആണുങ്ങൾക്ക് എന്തു ക്ഷീണം, അവർ എപ്പോഴും ഇതിന് തയ്യാറായിരിക്കണം എന്നു പറഞ്ഞ് മാലിനിയമ്മ അവനെ കളിയാക്കുകയാണ് ചെയ്തത്. ഇന്ന് വിനീത് 2 സ്ത്രീകളുടെ വിചിത്രമായ മനോനിലയ്ക്ക് നടുവിൽപ്പെട്ട് ജീവിക്കുകയാണ്. പുറമേ കാണുന്ന സമ്പത്തിനും പദവിക്കും പിന്നിൽ ഇത്രയും മാനസിക വൈകല്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നാൽ എന്റെ അമ്മ ഭവാനി കഴിഞ്ഞ ദിവസം ഞങ്ങളോട് തമാശയായി പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ നല്ല മരുന്ന് കണ്ടുപിടിച്ചു തന്നു, പക്ഷേ എന്റെ കാര്യം നിങ്ങളാരും നോക്കിയില്ലല്ലോ. അതെന്താ അമ്മേ, അമ്മയ്ക്കും വല്ല മരുമക്കളെയും നോക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഏയ്, എനിക്ക് അങ്ങനെയുള്ള റിസ്കുകളിലേക്ക് പോകാൻ താൽപ്പര്യമില്ല. എങ്കിലും എന്റെ ഓഫീസിലുള്ള ചില സുഹൃത്തുക്കൾ വീട്ടിൽ വിരുന്നിനു വരുന്നത് നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾ അമ്മയ്ക്കും പൂർണ്ണ പിന്തുണ നൽകി. ഇന്ന് ഞാനും ചേച്ചി അമൃതയും ഞങ്ങളുടെ കുടുംബവും വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യമോ പെട്ടെന്നുള്ള ആകർഷണമോ മാത്രം നോക്കി വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ എത്രത്തോളമാണെന്ന് സ്വന്തം ജീവിതത്തിൽ നിന്നും വിനീതിന്റെ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാനും ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന പങ്കാളിയെ ലഭിക്കുക എന്നതാണ് ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ ഈ അപൂർവമായ ഒത്തുതീർപ്പ് ജീവിതം ഇന്ന് ഞങ്ങൾക്ക് വലിയ സമാധാനവും സന്തോഷവുമാണ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഹൈപ്പടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.